കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ അനേക സംഭവങ്ങളെക്കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരുന്നല്ലോ. ഈ വെനിസ്വേലയിൽ നടന്ന ആ പിന്നെ എർത്ത്ക്വേക്കിനെ പറ്റി കേട്ടു. ആയിരക്കണക്കിന് ആൾക്കാരാണ് ദൈവമക്കളെ. നമ്മളാരും അവരെക്കാളൊന്നും ശ്രേഷ്ഠന്മാരൊന്നുമല്ല. ഏത് സാഹചര്യത്തിൽ എവിടെയും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാം. അവരെയൊക്കെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കർത്താവ് പറഞ്ഞ ഒരു വാക്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 24:14 പറയുന്നു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതികൂല സാഹചര്യങ്ങളെ, ഭൂകമ്പങ്ങളെ, യുദ്ധങ്ങളെ, ഇതൊന്നും കണ്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികളുടെ ഇടയിലും പ്രസംഗിക്കപ്പെടും, അപ്പോൾ മാത്രമേ അവസാനം വരത്തുള്ളൂ. നമ്മൾ അത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. ലോകം പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. കർത്താവിൻ്റെ കാര്യപരിപാടികളുള്ള കാര്യങ്ങൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ സുവിശേഷം ലോകത്തിലെല്ലായിടത്തും നമ്മളിപ്പോൾ തന്നെ കാണുന്നുണ്ടല്ലോ. ലോകത്തില പിന്നെ അനേക രാജ്യങ്ങളിൽ പിന്നെ ഇൻ്റർനെറ്റ് വഴിയായും പിന്നെ സാറ്റലൈറ്റ് വഴിയായും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ജനങ്ങളും ഇത് കേട്ട് കഴിയുമ്പോൾ മാത്രമേ കർത്താവിൻ്റെ വരവുള്ളൂവെന്ന് കർത്താവ് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ പലപ്പോഴും പലപ്പോഴും ഞാൻ ഓരോ തീമാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞാൻ നിങ്ങളെക്കാളും വലിയ ബൈബിൾ സ്കോളറോ അങ്ങനെയൊന്നുമല്ല. മറ്റു പല പ്രസംഗങ്ങൾ കേൾക്കുകയും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് എഴുതി വെക്കുന്ന ചില കാര്യങ്ങളാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്തെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ബലപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. എന്തുകൊണ്ടാണ് അനേക പ്രിയപ്പെട്ടവരിവിടെ ഇസ്ലാം മതത്തിലേക്കൊക്കെ പോകുന്നത്? കാര്യം ദൈവവചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്ന, കർത്താവ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്ന അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഓരോ തീമായിട്ട് ഇങ്ങനെ പറയുന്നത്. ഒരു വാക്കെടുത്തിട്ട് എക്സ്പൗണ്ട് ചെയ്ത് പോകുമല്ല. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതെന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനുഷ്യൻ്റെ വഴികളെ നോക്കുന്ന ദൈവത്തെ പറ്റി പഠിച്ചു, പ്രവൃത്തിക്ക് പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തെ പറ്റി, കഴിഞ്ഞത് ഉത്തരം ലഭിക്കുന്ന ഫലപ്രദമായ പ്രാർത്ഥനകളെപ്പറ്റി നമ്മൾ പഠിച്ചു, ആത്മാവിൻ്റെ ഫലങ്ങളെ വളർത്തുന്ന വിധങ്ങളെപ്പറ്റി പഠിച്ചു, ഹൃദയത്തെ പറ്റി പറഞ്ഞു, നാവിനെ പറ്റി നമ്മൾ പഠിച്ചു, ദൈവം കാണുന്ന ഭാഗ്യവാന്മാരെ പറ്റി പഠിച്ചു, സ്നേഹത്തിൽ. ഇതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത് നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല ഇതൊക്കെ പറയുന്നത്, നമ്മളെ ഒന്നുകൂടി ബലപ്പെടുത്താൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദൈവമക്കൾക്ക് ലഭിക്കുന്ന 7 വസ്ത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതെന്നാൽ അതെല്ലാം കൂടി ഒരു ക്രോഡീകരിച്ചൊന്ന് പറയുമ്പോൾ, വാക്യങ്ങൾ എഴുതി വെച്ചിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടും. ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് സന്തോഷവസ്ത്രം. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന വസ്ത്രമാണ് സന്തോഷവസ്ത്രമുണ്ട്. അതിനാധാരമായിരിക്കുന്നത് 30-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം. സിസ്റ്റർ വായിക്കുന്നെങ്കിൽ വായിക്കാം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് അത് തന്നെ. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. അതൊക്കെ ഉണ്ട്. അത് സന്തോഷവസ്ത്രം ദൈവമക്കൾക്ക് നൽകുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത് എൻ്റെ രട്ടഴിച്ചെന്നെ സന്തോഷവസ്ത്രം ഉടുപ്പിച്ചിരിക്കുന്നു. അതേ ആശയം തന്നെ നമ്മൾ യെരമ്യാ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 4 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അത് വാക്യം എഴുതി വെച്ചിരുന്നിട്ട് പിന്നെ വായിച്ചാൽ മതി, നമുക്കെല്ലാം പറയാനുള്ള സമയമില്ലല്ലോ. അപ്പം ഇതേ ആശയം തന്നെയാണ് അവിടെ പറയുന്നത്. സന്തോഷവസ്ത്രം കർത്താവ് നമുക്ക് തരുന്നെന്നുള്ളത്. ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന ഈ ദുഃഖത്തെ, വിലാപത്തെയൊക്കെ മാറ്റി നമ്മളെ സന്തോഷവസ്ത്രം ധരിപ്പിക്കും കർത്താവിൻ്റെ വാക്കുകളാണ്. മനുഷ്യൻ വാക്ക് മാറുന്നവനാണ്, എന്നാൽ ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായതുകൊണ്ട് അവൻ വിശ്വാസയോഗ്യനാണ്. നമുക്ക് വിശ്വസിക്കാം. മനുഷ്യൻ പറഞ്ഞിട്ട് വാക്ക് മാറി പോകുന്നത് പോലെയല്ല. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോഴും ദൈവത്തിൽ നമ്മൾ കടന്ന് വിശ്വസിക്കണം.
അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ എഴുന്നേറ്റ്. കർത്താവ് തന്നെ പറഞ്ഞിരിക്കും, ഒരു മനുഷ്യനെ കൊല്ലുന്നതോ ഒരു കൊലപാതകത്തെക്കാൾ ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യമാണ് അവിശ്വാസമുള്ള ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ ദൈവം പറഞ്ഞ കാര്യം നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് നമുക്ക് ഈ നമ്മുടെ ജീവിതത്തിൽ കരയുന്ന അനുഭവങ്ങളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്ന അനുഭവമുണ്ട്. ഇതൊക്കെ നമ്മളെ തളർത്തുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവാണ് നമുക്ക് സന്തോഷ വസ്ത്രം തരുന്നവന് ഇന്ന്. സങ്കീർത്തനം 4:7 വേറൊരു കാര്യം പറയുന്നുണ്ട്, ധാന്യവും വീഞ്ഞും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. കണ്ടോ, നമ്മൾ ഈ ധാന്യവും വീഞ്ഞും വർദ്ധിക്കുക എന്ന് പറയുന്നത് നമുക്ക് സമ്പത്ത് വർദ്ധിക്കുക, നമ്മുടെ സുഖസൗകര്യങ്ങളൊക്കെ വരുമ്പോഴേ, എന്നാൽ അതിലേറെയായിട്ടാണ് ദൈവം നമുക്ക് സന്തോഷം തരുന്നെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പിന്നെ ജെറമ്യാ പ്രവചനത്തിന് 4:31 കുറിച്ച് വെച്ച് വായിച്ചോണേ. 4:4-13 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ വസ്ത്രം നമുക്ക് തരാൻ പോകുന്നത് രക്ഷാവസ്ത്രം, രക്ഷയുടെ വസ്ത്രമാണ് രണ്ടാമത്തെ വസ്ത്രം നമുക്ക് തരുന്നത്. അത് യെശയ്യാ പ്രവചനം 61:10 നമ്മൾ വായിക്കുന്നുണ്ട്. ആ രക്ഷാവസ്ത്രം എങ്ങനെയാണ് നമുക്ക് തരുന്നെന്ന്. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. 61:10 61:10. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്ന പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. കണ്ടോ, അവിടെ പറഞ്ഞിരുന്നു രക്ഷാവസ്ത്രം ധരിച്ച ഒരു മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ. ഇപ്പം നമ്മുടെ രീതികളനുസരിച്ച് തലപ്പാവ് അണിയുവോ അങ്ങനെ ആഭരണം ധരിക്കുകയോ ചെയ്യുന്നില്ല നമ്മുടെ കാറ്റഗറിയിൽ. ഇന്ന് അനേകർ ചെയ്യുന്നുണ്ട്. ഈ രക്ഷാവസ്ത്രം എന്ന് പറയുന്നത് ഈ തലപ്പാവ് അണിയുന്നത് പോലെയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനെ നമ്മൾ ധരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മണവാട്ടി തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെ ഒരു ഭാഗമാണ്. അങ്ങനെയാണ് രക്ഷാവസ്ത്രം കർത്താവ് നമ്മളെ ധരിപ്പിക്കാൻ പോകുന്നത്. ഇവിടെ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്നെ അങ്കി ഇടിവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ എന്നെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ സിയോനെ, ദൈവജനത്തെ സിംബലൈസ് ചെയ്ത് ഇവിടെ പറഞ്ഞിരിക്കുന്ന, വ്യക്തിപരമായിട്ട് നമുക്ക് ഇവിടെ പറയുന്നെങ്കിലും ഇവിടെ സിയോനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 9:15 കർത്താവ് ഇങ്ങനെ യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് ഉപവാസത്തെ പറ്റി ചോദിക്കുന്ന ഒരു യേശു അവരോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകേണ്ടുന്ന നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. ഇപ്പൊ ഈ രക്ഷാവസ്ത്രം ധരിച്ചിരിക്കുന്ന നമുക്ക് ദുഃഖിക്കാനായിട്ടുള്ള അവസരങ്ങളില്ല. ദൈവം നമ്മളെ അത് ധരിപ്പിച്ചിരിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, കർത്താവ് നമ്മളെ രക്ഷിച്ച് നമ്മളെ വിടുവിച്ചിരിക്കുവാണ്. അതോർത്താണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടത്. 51 സങ്കീർത്തനത്തിൻ്റെ 3 ഭാഗം നമുക്ക്, യെശയ്യാ പ്രവചനത്തിൻ്റെ 51:3 52:1 അവിടെ വായിക്കും. യെശയ്യാ പ്രവചനം തന്നെ. യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുകയും. നമ്മളെ രക്ഷിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം നമ്മളെ കുഴിച്ചെടുത്ത ആ ഖനിഗർഭത്തിലേക്ക് നോക്കാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനം 25:9 കൂടെ നമുക്കൊന്ന് വായിക്കാം. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കും എന്ന് അവർ പറയും. നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാനുള്ള നമുക്ക് രക്ഷാവസ്ത്രം തരുന്നത് കൊണ്ടാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടതായതുകൊണ്ടാണ് നമുക്കങ്ങനെ സന്തോഷിച്ച് ആനന്ദിക്കുവാനായിട്ട് പറ്റുന്നത്. അടുത്ത വസ്ത്രത്തെ പറ്റി ഇവിടെ പറയുന്നത്, ഒന്നാമത്തെ നമ്മൾ സന്തോഷ വസ്ത്രം കണ്ടു, രണ്ടാമത്തെ നമ്മൾ രക്ഷാവസ്ത്രം കണ്ടു.
അടുത്ത വസ്ത്രം നമ്മളെ കല്യാണ വസ്ത്രമാണ്. ഈ കല്യാണ വസ്ത്രം എന്ന് പറയുന്നത് പിന്നെ അതിന് ആധാരമായിട്ട് മത്തായിയുടെ സുവിശേഷം 22:11 വിരുന്നുകാരെ നോക്കുവാൻ വേണ്ടി രാജാവ് വന്നപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു സംഗതിയാണ്. മത്തായിയുടെ സുവിശേഷം 22:11. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത വായിച്ചോ. നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവന് വാക്ക് മുട്ടിപ്പോയി. ഇപ്പൊ നമുക്ക് ഇവിടുത്തെ രീതി അനുസരിച്ച് ഉള്ള ഇതല്ല, ഇവിടെ യഹൂദന്മാരുടെ കല്യാണ സമയത്തെ ആ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അവിടുത്തെ ആചാരം എന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിന് വിളിക്കപ്പെട്ട അതിഥികളൊക്കെ വരുമ്പോഴേക്ക് എല്ലാവർക്കും ഒരു വസ്ത്രം കൊടുക്കും അകത്തോട്ട് കയറി പോകാൻ. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ നമ്മളെവിടെയെങ്കിലും ഒരു നമുക്കൊരു ബാഡ്ജ് തരുന്നത് പോലെയാണ്. നമ്മൾ ഇപ്പം പി.സി.നാക്കിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു ബാഡ്ജ് തരും. അപ്പം നമുക്കറിയാം ഈ ആൾ ഇതിനകത്തുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ അന്നത്തെ യഹൂദന്മാരുടെ ഇടയിലെ കല്യാണത്തിന് അതിഥികൾ വരുമ്പോൾ അവരൊരു വസ്ത്രം കൊടുക്കും. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം ഈ കല്യാണത്തിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പൊ അതിനെ പറ്റിയാണ് പറയുന്നത്. വിരുന്നുകാരെ കാണുവാൻ വേണ്ടി ഈ വസ്ത്രം ധരിച്ചവരൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയപ്പോഴാണോ ഒരുത്തൻ കല്യാണ വസ്ത്രം ധരിക്കാതിരിക്കുന്നത്. അപ്പൊ അവനോട് ചോദിക്കുന്നു, നീ വസ്ത്രം ധരിക്കാതെ ഇതിനകത്ത് കയറിയത് എങ്ങനെയാന്ന്? ഒന്നുകിൽ ഈ രണ്ടിലൊരെണ്ണം സംഭവിച്ചിരിക്കുന്നു. കാര്യം എന്താന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വസ്ത്രത്തിന്റെ ആവശ്യമില്ല എന്നൊരുത്തൻ ചിന്തിക്കുക, അല്ലെങ്കിൽ ഈ ആതിഥേയനെ ഇൻസൾട്ട് ചെയ്യുന്നത്. ഈ രണ്ടുകൊണ്ടാണ് വസ്ത്രം ധരിക്കാതെ കഴിഞ്ഞ് അവർ വിചാരിക്കുന്ന എന്താണ്, എനിക്ക് ഈ വസ്ത്രം ധരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന്. എന്നാൽ ദൈവരാജ്യത്തിൽ കടക്കുന്ന ഒരു നീതിയുണ്ട്. അതിനെപ്പറ്റിയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മുഴുവനും ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കർത്താവ് പറയുന്ന ആ നീതി വസ്ത്രം, കർത്താവ് തരുന്ന ആ വസ്ത്രം, നീതിയുടെ വസ്ത്രം നമുക്ക് തന്നിട്ടുണ്ട്. അത് ധരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ ചെന്ന് ചേരാൻ പറ്റത്തുള്ളൂ. അതാണ് യെശയ്യാ പ്രവചനം 61:10 നമ്മൾ വായിച്ചത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 3:4-5 അതിൽ പറയുന്നുണ്ട്, ഉടുപ്പ് മലിനമാകാത്ത കുറേ പേര് സർദീസിൽ നമുക്കുണ്ട്. ഇപ്പം മലിനമായ ഉടുപ്പോടുകൂടെ കടന്ന് ഒരിടത്ത് ചെല്ലാൻ നമുക്ക് സാധ്യമല്ല. അതൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3:4-5. എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ തർശീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. ഇതൊരു കല്യാണ വസ്ത്രത്തെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഈ കുഞ്ഞാടിന്റെ കല്യാണത്തിന് നമ്മളൊക്കെ കടന്നു ചെല്ലണമെങ്കിൽ നമ്മുടെ വസ്ത്രം മുഷിയാതിരിക്കണം. മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് ആരും കല്യാണത്തിന് വിവാഹത്തിന് പോകാറില്ലല്ലോ. വസ്ത്രമൊക്കെ വെടിപ്പാക്കി നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ളത് വരച്ച്, അതുകൊണ്ട് നമ്മുടെ ദൈവം തന്നിരിക്കുന്ന നീതിപ്രവർത്തികൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് പോകാൻ വേണ്ടി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. റെവലേഷൻ 19:7-8 അതും കൂടെ നമുക്കൊന്ന് വായിക്കാം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി ഇരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വിശേഷവസ്ത്രം, അത് നീതിപ്രവൃത്തിയെ പറ്റിയാണ്. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തി. അപ്പം നമ്മളൊക്കെ വിശുദ്ധന്മാരാണ് ദൈവസന്നിധിയിൽ. അപ്പം ദൈവത്തിന് വേണ്ടി ആ നീതിപ്രവർത്തികൾ ചെയ്തെങ്കിൽ മാത്രമേ കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് നമുക്ക് കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം എന്നല്ലോ അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കാന്തി ആരാണ്? നമ്മളോരോരുത്തരുമാണ്, സഭയാണ്. നമ്മളെ തന്നെ ഒരുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ അനുശാസിക്കുന്നത്. അടുത്ത 4-ാമത്തെ വസ്ത്രം അലങ്കാര വസ്ത്രം. അതൊരു വിശേഷ വസ്ത്രമാണ്.
ആ, അത് നമ്മൾ വായിച്ചല്ലോ എട്ടാമത്തെ റെവലേഷൻ 19:8 ഇപ്പോൾ നമ്മൾ വായിച്ചത് തന്നെയാണ്. വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയാണ് ആ വിശേഷ വസ്ത്രം. ഇത് മനുഷ്യചരിത്രത്തിന്റെ പരമോന്നത അവസ്ഥയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മുടെ നീതിപ്രവൃത്തി എന്ന് പറയുന്ന കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന വിശുദ്ധന്മാർ ചെയ്യുന്ന ആ നീതിപ്രവൃത്തിയാണ് ആ വിശേഷ വസ്ത്രമായിട്ട് ഇവിടെ പറയുന്നത്. അത് ദുഷ്ടന്റെ അന്ത്യന്യായവിധിയെക്കുറിച്ചും കുഞ്ഞാടിന്റെ കല്യാണവും തന്റെ സഭയാകുന്ന മണവാട്ടിയെ വേളി കഴിക്കുമ്പോൾ കിട്ടുന്ന വസ്ത്രവും ഇവിടെ അത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തിയാണെന്ന് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ 15:6 19:4 നമുക്കത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 19 8 ഇല്ല, അത് വായിച്ച അടുത്തത് ഞാൻ പറഞ്ഞത് 1:15:6, ആദ്യം പറഞ്ഞത് എട്ടാമത്തേത്, ഇപ്പം ഞാൻ പറഞ്ഞത് 7 15. ബാധയുള്ള 7 ദൂതന്മാരും ശുദ്ധവും ശുഭ്രവുമായ ശണവസ്ത്രം ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിക്കൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു. അത് മാറത്ത പൊൻകച്ച കെട്ടി ശണവസ്ത്ര, ഇവിടെ ഈ വസ്ത്രത്തെക്കുറിച്ച്, ഒരു പ്രത്യേക വസ്ത്രത്തെക്കുറിച്ച്, വിശേഷ വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അടുത്തത് 19:14. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. യെസ്. ഇപ്പം അതിനെപ്പറ്റി പറഞ്ഞ് ഇത് ഒരു വിശേഷ വസ്ത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് അവനെ അനുഗമിക്കുന്നു എന്നുള്ളത്. ഇനി അടുത്ത വസ്ത്രം നമ്മൾ കാണുന്നത് ചിത്രത്തയ്യലുള്ള വസ്ത്രമാണ്. ഈ ചിത്രത്തയ്യലുള്ള വസ്ത്രത്തെ പറ്റി നമ്മൾ 45-ാം സങ്കീർത്തനത്തിന്റെ 14-ാം വാക്യത്തിലാണ് നമ്മൾ കാണുന്നത്. കാരണം എല്ലാ കല്യാണത്തിനും അതായത് വായിക്കുന്ന ഒരു വേദവചനമാണ് 45-ാം സങ്കീർത്തനം. അവളെ ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച്, വിവാഹത്തിനാണ് ഏറ്റവും മനോഹരമായ ആ വിശേഷ വസ്ത്രം ധരിപ്പിച്ച് ഒരു മണവാട്ടിയെ കൊണ്ടുവരുന്നത്. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ശലോമോൻ എഴുതിയ ഉത്തമഗീതത്തിന്റെ 1:4 ഈ മണവാട്ടിയെ കൊണ്ടുവരുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. 4:4. 1:4. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക. രാജാവ് എന്നെ പള്ളി അറയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ നിന്നെ സ്നേഹിക്കുന്ന ഉചിതം തന്നെ. അതിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ കൂടെ നടക്കുന്ന തോഴിമാരെ കന്യമാരെ നിന്റെ അടുക്കൽ കൊണ്ടുവരുമെന്ന് അതിനൊരു ഒത്തുവാക്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എസക്കിയേൽ പ്രവചനം 16:9 മുതൽ 13 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇതേ അർത്ഥത്തിൽ ഒരു സംഗതി കാണുന്നുണ്ട്. എസക്കിയേൽ പ്രവചനം 9-ാം അധ്യായം 16-ാം അധ്യായം 9 തൊട്ട് 13 വരെ. ഞാൻ നിന്റെ അരിയെ കൂടി കടന്നു. നമുക്കെല്ലാം വായിക്കാനായിട്ട് സമയമില്ലല്ലോ. വാക്യം എഴുതി വെച്ചിരുന്നിട്ട് പിന്നെ അത് വായിച്ചോണ്ടാ മതി. അതിൽ എഴുതിയിരിക്കുന്ന, പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് രക്തം കഴുകി വിശേഷ വസ്ത്രം ധരിപ്പിച്ചു. നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു. ഈ വസ്ത്രത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് നമ്മൾ എഴുതി വെച്ചിട്ട് വായിച്ചാൽ മതി. വളരെ നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, കർത്താവ് വചനമായിരുന്നു, വചനമായവനാണ് ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചത്. ഈ റിട്ടൺ വേർഡ് നമ്മൾ വായിക്കുമ്പോൾ ദൈവമായിട്ടുള്ള നമ്മുടെ ആ അടുപ്പം, ദൈവമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുന്നതിന്, അത് ഹൃദയത്തിൽ ധ്യാനിക്കുന്നതിന്, വചനം നമ്മുടെ വായിൽ നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ കൂടി നമ്മുടെ വായിൽ നിന്ന് വെളിയിൽ വരണം. ആ രീതിയിലായിരിക്കണം വചനം വായിക്കുന്നത്. കാരണം ഇപ്പം വചനം വായിക്കാനൊന്നും നമുക്ക് സമയമില്ല. ഞാൻ അതിനെപ്പറ്റി വായിച്ചപ്പോൾ ഈ ആദ്യകാലങ്ങളിലൊന്നും എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പശുവിനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവിടെ കാണുന്നതെല്ലാം പുല്ലുകളെല്ലാം വലിച്ചു പറിച്ച് അതങ്ങ് തിന്നും.
ആദ്യം തിന്നു കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഈ പശു പോയി കിടക്കുമ്പോഴേക്ക് അതിങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കും. അതായത് ഈ പോയ ഈ ഇതെല്ലാം ചുരുളുകളായിട്ട് ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഓരോ കഷണം ഇങ്ങനെ വന്നിട്ട് ഈ പശു ഇതെല്ലാം കൂടെ ആം, ചവച്ച് 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 അയവിറക്കിയിട്ട് അത് പോകും എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ വചനം വായിക്കുക എന്ന് പറയുന്നത്. നമ്മൾ വചനം വായിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആ വചനം നമ്മുടെ വായിൽ കൂടി എപ്പം വരുന്നു അതാണ് വചനം ധ്യാനിക്കുക എന്ന് പറയുന്നത്. എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ് ഈ വചനം ധ്യാനിക്കുന്നത്. നമ്മൾ ഒരു വചനം എടുത്തിട്ട് അതിനെപ്പറ്റി നമ്മൾ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് അത് നമ്മുടെ എന്താ പറയുന്ന ഈ വചനം കണ്ടു കിട്ടുന്നവന് അത് ശരീരത്തിന് ബലമാണ്, അത് ആരോഗ്യമാണ്, രോഗം സൗഖ്യമാകുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾ മാറിപ്പോകുന്നത് ഈ വചനം നമ്മൾ ഇങ്ങനെ ചവച്ചിറക്കിക്കൊണ്ട് അയവിറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ്. അതുവരെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അടുത്തത് നമ്മൾ കാണുന്നത് ആ, അടുത്തത് ഇപ്പം ചിത്രത്തയ്യലുള്ള വസ്ത്രത്തെ പറ്റി പറഞ്ഞു. അതിൻ്റെ 13-ാം വാക്യത്തിലെ 13-ല് ഇങ്ങനെ പറയുന്നു, നിന്റെ ഉടുപ്പ് ശണപടവും പട്ട് വിചിത്ര വസ്ത്രവുമായിരുന്നു. അത് എസെക്കിയേൽ പ്രവചനത്തിന് 16-ന്റെ 9 തൊട്ട് 13 വരെയുള്ള, ഞാൻ എല്ലാ വാക്യവും വായിച്ചില്ല. ഇനി 6-മത്തെ ഒരെണ്ണം നമുക്ക് പറയുന്ന സൽസ്വഭാവ വസ്ത്രം. 6-മത്തെ വസ്ത്രത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഈ സൽസ്വഭാവ വസ്ത്രം. അത് നമ്മൾ കൊലോസി ലേഖനം 3-ന്റെ 12, 13, 12ഉം 3ഉം നമുക്കൊന്ന് വായിക്കാം. അതുകൊണ്ട് കൊലോസി ലേഖനം 3-ന്റെ അതുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചപ്പോൾ മതി സിസ്റ്റർ, എഴുതി വെച്ചിരുന്ന് വായിച്ചാൽ മതി. ഈ കൊലോസ്യ ലേഖനത്തിലെ 12ഉം അതിൻ്റെ 3-ലും പറഞ്ഞിരിക്കുന്ന ഈ സൽസ്വഭാവം എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമുക്കിവിടെ രേഖപ്പെടുത്തി തന്നിരിക്കുകയാണ്. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണ ബന്ധമായ സ്നേഹം ധരിച്ചു കൊള്ളണമെന്ന്. ഗലാത്യ ലേഖനം 5-ന്റെ 22, 23 കൂടെ നമുക്കൊന്ന് വായിക്കാം. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയദയം. ഈ വായ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന ധരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി നമ്മൾ ധരിച്ചിരിക്കുമ്പോൾ അത് നമ്മളെ കവർ ചെയ്തിരിക്കുകയാണ്. ഇതിനെപ്പറ്റി ഇതൊക്കെ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്ന് നമ്മൾ ഒരിക്കൽ ധ്യാനിച്ചതാണ്. ഇപ്പം ഇത് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ ഇതൊക്കെ ധരിക്കണം. ഇതൊക്കെ ധരിക്കുമ്പോഴാണ് ഇത് കൂടെ നമ്മുടെ സ്വഭാവം, അതായത് സൽസ്വഭാവം മറ്റുള്ളവർ കണ്ടിട്ട് കർത്താവിനെ നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണണം. ആ രീതിയിൽ നമ്മൾ വളർന്നു വരണം. കാരണം നമ്മുടെ പ്രാർത്ഥന കർത്താവെ നമുക്കത് തരണം, നമുക്കിത് തരണം എന്നല്ല. നമ്മൾ കർത്താവിനെ പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കണം. ക്രിസ്തു എന്ന തലയോളം വളരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ദൈവമക്കളെ ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടത്. എഫെസി ലേഖനം 4-ന്റെ 2 കൂടെ ഒന്ന് വായിച്ചാൽ. പൂർണ്ണ വിനയ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുകയും മതി. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്നേഹത്തിൽ ആയിരിക്കണം. നമ്മൾ ദൈവമക്കൾ പലപ്പോഴും ദൈവസഭയിൽ ഭിന്നത ഉണ്ടാകുന്നത് എന്താ? ഒരാൾ പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ സ്നേഹം ധരിക്കാത്തത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ തെറ്റുകളെ നമ്മൾ ക്ഷമിക്കാൻ പറ്റാത്തത് നമ്മുടേതായി സ്വയം ഉയർന്നു വരുമ്പോൾ നമ്മുടെ ആ സൽസ്വഭാവമൊക്കെ കുറേ നേരത്തേക്ക് അങ്ങ് മാറി നിൽക്കും. അങ്ങനെ ആയിരിക്കരുതെന്ന് ദൈവമക്കളെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപദേശിക്കുകയാണ്. നമ്മൾ അനുദിനം ജീവിക്കുന്നതിനുള്ള സ്ട്രാറ്റജി നമ്മളെ പറഞ്ഞു തന്ന് കർത്താവിനെ അനുസരിക്കുന്ന എങ്ങനെയാണ്, അവൻ്റെ മനസ്സലിവ്, ദീർഘക്ഷമ, മനോഭാവം, പിന്നെ എല്ലാത്തിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കണം. ധരിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് കവർ ചെയ്തിരിക്കത്തുള്ളൂ, അല്ലേ? ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വസിച്ചെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ.
പിന്നെ സങ്കീർത്തനങ്ങളാല്, സ്തുതികളാല്, ആത്മീയ ഗീതങ്ങളാല് ഗീതങ്ങളാൽ ദൈവത്തിന്റെ വചനം നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ യേശുവിന്റെ സ്ഥാനാപതികളായിട്ട് ജീവിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മളെ കാണുന്നവര് നമ്മളിൽ കൂടെ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ കാണണം. ക്രിസ്തുവിന്റെ ഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. അതെ. ഇനി അവസാനത്തെ നമ്മുടെ വെള്ളവസ്ത്രം, ഏഴാമത്തേത് വെള്ളവസ്ത്രം. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന വേറൊരു വസ്ത്രമാണ് വെള്ളവസ്ത്രം. അത് നമ്മൾ വെളിപ്പാട് പുസ്തകം 3:4-5. അത് നമ്മൾ നേരത്തെ വായിച്ചായിരുന്നല്ലോ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ വായിച്ചതാ. സമുദ്രത്തിൽ നിനക്കുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്ന, അവർ യോഗ്യന്മാരാകയാൽ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും, ജയിക്കുന്നവന് വെള്ള ഉടുപ്പ് ധരിപ്പിക്കും. ദൈവമക്കളെ, നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. നമുക്കെല്ലാവർക്കും നമ്മൾ ഈ ലോകത്തെ ജയിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന, നമ്മൾ യോഗ്യന്മാരായിരുന്നാൽ നമുക്ക് വെള്ളവസ്ത്രം കർത്താവ് തരും. അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേര് ഏറ്റു പറയും. നമ്മുടെ പേര് നമ്മുടെ കർത്താവ് ദൂതന്മാരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്ന ഒരു ദിവസമുണ്ട്. നമുക്ക് സന്തോഷിക്കാൻ വകയില്ലയോ? സർദീസിലുള്ള ആ ആ സഭയോട് പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോടും പറയുകയാണ്. നമ്മൾ ദൈവത്തെ ആരാധിച്ച് അവൻ്റെ ദൈവം കർത്താവിനെ നമ്മളിൽ കൂടി പ്രതിഫലിപ്പിച്ച് കഴിയുമ്പോഴേ, കർത്താവിനെ നമ്മൾ ഉയർത്തുമ്പോഴേ, അവൻ നമ്മളെയും ദൈവം മുമ്പാകെ നമ്മളെ ഏറ്റുപറയും. കറ പിടിച്ച അങ്കിയൊക്കെ നമ്മളിൽ നിന്ന് മാറ്റി ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേര് കാണണം ദൈവമക്കളെ. ജീവപുസ്തകത്തിൽ ഇവിടെ പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ നിന്നും പേര് മായ്ച്ചു കളയാതെ. അതിൻ്റെ അർത്ഥം എന്താ? ജീവപുസ്തകത്തിൽ ഒരിക്കൽ പേരെഴുതിയാൽ അത് മായ്ച്ചു കളയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ജീവപുസ്തകത്തിൽ മായ്ച്ചു കളയാതെ നമ്മുടെ പേരെഴുതി, എസെക്കേൽ പ്രവചനം ഏതാന്ന് ഞാൻ അറിയുന്നില്ല, ഓർക്കുന്നില്ല ആ വാക്യം. നീതിമാൻ തൻ്റെ നീതി വിട്ടുതിരിഞ്ഞ് അനീതി ചെയ്താൽ അവൻ്റെ നീതി ഒന്നും അവന് കണക്കിടത്തില്ലെന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ജീവപുസ്തകത്തിൽ പേരെഴുതിയാലും അത് മായ്ച്ചു കളയാനായിട്ട് ദൈവത്തിന് സാധിക്കും. മോശയെ ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു, കർത്താവെ നീ എന്നോട് കൃപ ചെയ്തില്ലെങ്കിൽ എൻ്റെ പേര് എഴുതിയിരിക്കുന്ന അങ്ങ് മായ്ച്ചു കളയണമെന്ന്. അപ്പം നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതിരിക്കണമെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിന് അധിഷ്ഠിതമായിട്ട് ക്രിസ്തീയ ജീവിതം നമ്മൾ നയിക്കണം. സങ്കീർത്തനം 69 പറയുന്ന ജീവോത്സവത്തിൽ നിന്നും അവരെ മായ്ച്ചു കളയണമെന്നൊരു വാക്യം പറയുന്നുണ്ട്. നീതിമാന്മാരോടുകൂടി അവിടെ എഴുതരുത് എന്ന്. സങ്കീർത്തനം 69 69 നിന്റെ നീതി ജീവന്റെ പുസ്തകത്തിൽ 28 അതെ, 69 ജീവന്റെ പുസ്തകത്തിൽ നിന്നും അവരെ മായ്ച്ചു കളയണമേ. അപ്പൊ നമ്മള് ഓർത്തിരിക്കണം ദൈവമക്കളെ, ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്ത ആരെയും തീപ്പൊയ്കയിൽ തള്ളിയിടാതിരിക്കണമെങ്കിൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ, ഒരിക്കൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയാൽ അത് മായ്ച്ചു കളയുമെന്നും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നുണ്ട്. പിന്നെ യൂദായുടെ ലേഖനത്തിലെ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കറ പിടിച്ച അങ്കി, കറ പിടിച്ച അങ്കിയെ മാറ്റിക്കളയുന്നതിനെ പറ്റി പറയും. നമ്മളും ഒരു കാലത്ത് ഈ കറ പിടിച്ച അങ്കിയൊക്കെ ധരിച്ചുകൊണ്ടിരുന്നവരെ, എന്നാൽ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോട് കരുണ കാണിപ്പീൻ. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വെള്ളവസ്ത്രം നമുക്ക് ലഭിക്കുന്നത്. പിന്നെ വെളിപ്പാട് പുസ്തകം 20:12 മരിച്ചവർ ആബാലവൃദ്ധം, അതോടെ ഒന്ന് വായിക്കാം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മതി സിസ്റ്റർ. കാരണം ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ടോ, അതോ അത് മായ്ച്ചു കളയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മളെ ദൈവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേരെഴുതുവാൻ നമുക്ക് ദൈവസന്നിധി ആയിരിക്കാം, ദൈവത്തിൻ്റെ വചനം വായിക്കാം. ഞാൻ 7 വസ്ത്രങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. സന്തോഷ വസ്ത്രത്തെ പറ്റി പറഞ്ഞു, രക്ഷാവസ്ത്രത്തെ പറ്റി പറഞ്ഞു, കല്യാണ വസ്ത്രത്തെ പറ്റി പറഞ്ഞു, അലങ്കാര വസ്ത്ര വിശേഷ വസ്ത്രത്തെ പറ്റി പറഞ്ഞു,
ചിത്രത്തയ്യലുള്ള വസ്ത്രം പറഞ്ഞു, സൽസ്വഭാവ വസ്ത്രം പറഞ്ഞു, വെള്ളവസ്ത്രം. ഈ വെള്ളവസ്ത്രം, ഈ 7 വസ്ത്രങ്ങളും നമുക്ക് ലഭിക്കേണ്ടതിന്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ.